അഡ്വക്കേറ്റ് നിയാസ്, ഒരമളി പറ്റിയിരിക്കുന്നു അല്ലേ? നേരത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എനിക്ക് PR ഏജൻസിയുടെ ആവശ്യമില്ല, എനിക്കൊരു മിഡിൽ മാൻ്റെയോ അല്ലെങ്കിൽ മീഡിയേറ്ററുടെയോ ആവശ്യമില്ല എന്ന് വിളിച്ചു പറഞ്ഞ പിണറായിക്ക് അക്കിടി പറ്റിയിരിക്കുന്നു. ഹിന്ദു പത്രത്തെ തിരുത്താൻ പോയതാണ്, പക്ഷേ അത് തിരിഞ്ഞു കുത്തിയിരിക്കുന്നു അല്ലേ? ഈ അമളിയിൽ നിന്ന്, അക്കിടിയിൽ നിന്ന് ഇനി എങ്ങനെ തലയൂരും? അഡ്വക്കേറ്റ് നിയാസ്, നോക്കൂ, എനിക്കതില് ഒരു വലിയ അത്ഭുതം തോന്നുന്നില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി മുഖ്യമന്ത്രി സാധാരണ ഒരു CPM നേതാവല്ല. അദ്ദേഹം മരുമകൻ റിയാസിന്റെ ഒരു PR സൃഷ്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോ അദ്ദേഹത്തിന് അത് പുറത്ത് വരുന്ന അവസ്ഥ വന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. കേരളത്തിലെ CPM എവിടേക്കാണ് പോകുന്നത് എന്ന ചോദ്യം ഇവിടെ ഏറ്റവും പ്രസക്തമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി PR-ന്റെ പിറകെ പോകേണ്ട അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് അവരുടെ രാഷ്ട്രീയമായ അധപ്പതനമാണ്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകാരന് ഈ അവന്റെ മാനറിസവും അവന്റെ മറ്റു കാര്യങ്ങളൊന്നും ഏതെങ്കിലും ഏജൻസി നിയന്ത്രിക്കേണ്ടതല്ല. അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിലൂടെ അവർ സംശയീകരിച്ചെടുത്ത ജീവിത ചര്യയിലൂടെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ഉദയം ഉണ്ടാകുന്നതും കമ്മ്യൂണിസ്റ്റുകാരന്റെ വിജയം ഉണ്ടാകുന്നതും. എന്നാൽ പിണറായി വിജയൻ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് പുതിയ അദ്ദേഹത്തിന്റെ മകളുടെ പുതിയ ഭർത്താവ് വന്നതിന് ശേഷം ഉണ്ടായ മാറ്റമാണ്. ഈ റിയാസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. റിയാസ് PR-ന്റെ പൊന്നോമന പുത്രനാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പണം അഴിമതിയിലൂടെ അദ്ദേഹവും ഭാര്യയും ഉണ്ടാക്കിയെടുക്കുന്ന പണം പൂർണ്ണമായും PR-ന് വിട്ടുകൊടുത്ത് ഏറ്റവും വലിയ ഭരണാധികാരിയായി അദ്ദേഹം ജനങ്ങൾക്ക് മുമ്പാകെ കൃത്രിമമായ ഒരു ഇമേജ് ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത് സ്വന്തം അമ്മായിയപ്പനും പരീക്ഷിക്കുകയാണ്. ഞങ്ങളിത് നേരത്തെ ഞങ്ങൾ പറഞ്ഞപ്പോ അങ്ങ് ഒരു മാധ്യമപ്രവർത്തകനാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. അങ്ങ് പത്രസമ്മേളനത്തിന് പോകുന്നൊക്കെ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോ അങ്ങേ പലപ്പോഴും പത്രസമ്മേളനത്തിൽ കാണാറില്ല. പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വന്നതിന് ശേഷം പത്രക്കാർ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനുമല്ല അദ്ദേഹത്തിന് മറുപടി. അദ്ദേഹം നേരത്തെ തയ്യാറാക്കി വന്ന മറുപടിയുടെ ക്യാപ്സ്യൂള്, അദ്ദേഹത്തിന് മുമ്പിലുള്ള മറുപടി, അത് സിനിമയിലെ തിരക്കഥ പോലെ അത് ഒരാൾ ചോദിക്കുന്നു, അതിന് മറുപടി പറയുന്നു. ആ മറുപടി അത് PR ഏജൻസി നേരത്തെ തയ്യാറാക്കി തന്ന മറുപടി അല്ലാതെ ഒരു പുതിയ ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം വിറങ്ങലിച്ച് നിൽക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറുപടി പറയാത്ത അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഉണ്ടായ സംഭവം, ദ ഹിന്ദുവിന്റെ പത്രം ഇംഗ്ലീഷാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇംഗ്ലീഷാണ്, അതിന്റെ ലേഖകർക്കും ഇംഗ്ലീഷാണ് അറിയാം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് എത്രമാത്രം ഇംഗ്ലീഷ് പരിജ്ഞാനമുണ്ടെന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ കൈസൺ എന്ന് പറയുന്ന ഒരു ഏജൻസി, PR ഏജൻസി, ഞങ്ങൾ ആരും പറഞ്ഞതല്ല. കേരളത്തിലെ പ്രതിപക്ഷമോ ഇന്ത്യയിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ പറഞ്ഞതല്ല. കൈസൺ എന്ന ഏജൻസിയാണ് ഞങ്ങളെ മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ തരാൻ ആഗ്രഹമുണ്ടെന്ന് കൈസൺ ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾ ഏറ്റെടുത്തു. ആരാണ് കൈസൺ MD? വിനീത് ഹണ്ട എന്ന് പറയുന്ന ഒരു ആളാണ് ഞങ്ങളെ സമീപിച്ചത്. ഞങ്ങൾ അപ്രകാരം ഞങ്ങളെ ലേഖിക അയച്ചു. മുഖ്യമന്ത്രി ആ തീയതി ഇവിടെ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് ആ പ്രസ്താവന നടത്തി. എന്താ നടത്തിയത്? ആ നടത്തിയ തീയതി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ തീയതിയിൽ പത്രം വന്ന് നമ്മളൊക്കെ സാധാരണ കണ്ടിട്ടുണ്ട്. K കരുണാകരനെതിരെ ഇതുപോലെ വാർത്ത വരാറുണ്ട്. അതുപോലെ AK ആന്റണിക്കെതിരെ ഇതിനു മുമ്പ് വാർത്ത വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ മുഖ്യമന്ത്രിയായപ്പോൾ വാർത്ത വന്നിട്ടുണ്ട്. വാർത്ത വന്ന മിനിറ്റുകൾക്കകം അവർ നിഷേധിച്ചിട്ടുണ്ട്. K കരുണാകരനടക്കം മിനിറ്റുകൾക്കുള്ളിൽ നിഷേധിച്ചിട്ടുണ്ട്. എന്തേ 32 മണിക്കൂർ ഇത് നിഷേധിക്കാൻ സാഹചര്യം ഉണ്ടായത്? അപ്പോ അവരോട് ഇതാരാണ് പറഞ്ഞത്? പിന്നെ അന്വേഷണം ഉണ്ടായി. അപ്പൊ ഒരു സുബ്രഹ്മണ്യൻ ഞങ്ങൾ വിളിച്ചിരുന്നു. ആരാണ് സുബ്രഹ്മണ്യൻ? ഹരിപ്പാട് MLA ദേവകുമാറിന്റെ മകനാണ്. അദ്ദേഹത്തിന് CPM-മായി യാതൊരു ബന്ധവുമുണ്ടോ? മുൻ MLA, സോറി, ഇപ്പൊ CPM-ന്റെ ഇപ്പോ നമ്മുടെ ബഹുമാനായ രമേശ് ചെന്നിത്തലയാണല്ലോ. മുൻ MLA ദേവകുമാറിന്റെ മകനാണ് സുബ്രഹ്മണ്യനാണ് വിളിച്ചതെന്ന് വെളിപ്പെടുത്തുന്നു. അപ്പൊ അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോടൊപ്പം ചർച്ചക്കുണ്ടായിരുന്നു. എങ്ങനെയാണ് PR ഏജൻസി ഇല്ല എങ്കിൽ PR ഏജൻസിയുടെ ആളുകൾ ആ ചർച്ച, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അവർക്കൊപ്പം ഉണ്ടാവുക? അതിനുശേഷം ഒരു തുണ്ട് കൊടുക്കുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച TG മോഹൻദാസ് പറഞ്ഞല്ലോ, നമ്മളെല്ലാം കേരളീയ സമൂഹം ലൈവായി കണ്ടല്ലോ സെപ്റ്റംബർ 21-ന്.
അവിടെ കണക്ക് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി. എവിടുന്ന് കിട്ടി കണക്ക്? കേരളത്തിലെ ഒരു ജില്ലയായ മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കണക്ക്, കേസുകളുടെ എണ്ണം, സ്വർണത്തിന്റെ തൂക്കം എല്ലാം പറഞ്ഞല്ലോ. അത് തന്നെയാണ് ഇപ്പോ ഹിന്ദുവിൽ പറഞ്ഞത്. അത് എന്തിനാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേകമായ ക്രൈം നടന്നു വരുന്നു, സാമ്പത്തികമായ തിരിമറി നടന്നു വരുന്നു, ആ സാമ്പത്തികം നല്ല രീതിയിലല്ല ചെലവഴിക്കുന്നത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് ഒന്നുകൂടി കൃത്യമായി ഹിന്ദുവിൽ വന്നു. ആ ഹിന്ദുവിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ സാധിക്കും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഞാൻ എന്റെ പ്രസ്താവന ഈ നമ്മുടെ ജന്മഭൂമിയിലോ അല്ലെങ്കിൽ മറ്റേതോ പത്രത്തിൽ എതിരായി വന്നാൽ എന്തിനായി ഞാനത് കൃത്യമായി അങ്ങനെ പത്രത്തിനെതിരെ എനിക്ക് കേസ് കൊടുക്കാം, പത്രത്തിനെതിരെ കേസ് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പൊ പത്രക്കാർ പറയുകയാണ് ഇത് PR ഏജൻസി തന്നതാണെന്ന്. അങ്ങനെ PR ഏജൻസിക്ക് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ ഈ ഈ ഈ കൈസൻ എന്ന് പറയുന്ന PR ഏജൻസിക്കെതിരെ മുഖ്യമന്ത്രിക്ക് കേസ് കൊടുക്കാം, തീർച്ചയായും തുറുങ്കലിലടക്കാം. കേരളത്തിലെ ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അപ്പൊ ആഭ്യന്തരമന്ത്രി കൂടിയായ PR ഏജൻസി. ഇപ്പൊ ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ പണമില്ല. ഇവിടെ സ്കൂളുകൾക്ക് പോലും ആവശ്യമായ മെയിൻ്റെനൻസ് നടത്താൻ പണമില്ല എന്ന് പറയുന്നു. ഇവിടെ പല കാര്യങ്ങൾക്കും നമ്മുടെ ഏറ്റവും വലിയ വയനാട്ടിലുണ്ടായ വലിയ ദുരന്തത്തിന് പോലും ചില്ലിക്കാശ് പോലും കയ്യിലില്ല എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എത്രയാണ് PR-ന് വേണ്ടി ചെലവഴിക്കുന്നത്? സോഷ്യൽ മീഡിയ മാനേജ്മെന്റിന് എത്ര കോടിയാണ് ചെലവഴിക്കുന്നത്? ഇപ്പോ നിയമസഭയിൽ പോലും അദ്ദേഹത്തിന് പറയേണ്ടി വന്നു, വിവരാവകാശ നിയമപ്രകാരം ഞങ്ങളുടെ കയ്യിൽ പണമുണ്ട്. അപ്പോ ഈ കൈസന് കൊടുത്ത പണം എങ്ങനെ കൊടുത്തു? സർക്കാരിന്റെ ഫണ്ടിൽ നിന്നല്ല എങ്കിൽ എത്ര കാശാണ് കൊടുത്തത്? ആ കാശ് മുഖ്യമന്ത്രിക്ക് എവിടുന്ന് കിട്ടി? ശമ്പളത്തിൽ നിന്ന് കിട്ടിയ പണം മതിയാകില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഇതുപോലെ ഏറ്റവും വലിയ റിലയൻസുമായി ബന്ധമുള്ള ഒരു സ്ഥാപനം, മേവൻ എന്ന് പറയുന്ന ഒരു റിലയൻസിന്റെ ഒരു സഹസ്ഥാപനം, അത് അവർക്ക് 75% ഓഹരിയുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെടാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക്, ഒരു അഴിമതിയില്ല എന്ന് പറഞ്ഞു നടക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നതിന്റെ സോഴ്സ് അതുകൂടി വെളിപ്പെടുത്തുവാൻ മുഖ്യമന്ത്രിയും CPM തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.